ഹലോ, അങ്ങനെ മഴ തോറും മുമ്പേ പുതിയ എപ്പിസോഡിൽ ഹരീനെയും രോഹിത്തിനെയും മറ്റു കൂട്ടുപ്രതികളൊക്കെ കൂടെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുവാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഇവരെ വണ്ടിയിലോട്ട് കയറ്റാൻ തന്നെ. കാരണം നാട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷന് ചുറ്റും ഇങ്ങനെ വളഞ്ഞു കൂടിയിരിക്കുകയാണല്ലേ. അപ്പോൾ പ്രതികളുടെ ദേഹത്ത് നാട്ടുകാരൊന്നും കൈവെക്കാൻ പാടില്ല. അങ്ങനെ കൈവച്ചാൽ പോലീസുകാർക്കാണ് അതിൻ്റെ കുറ്റം മുഴുവനും വരാൻ പോകുന്നത്. അല്ലേ കൂട്ടുകാർ? അപ്പോൾ നമ്മുടെ സി എയും എസ് ഐയും കൂടെ കുറേയൊക്കെ ചർച്ച ചെയ്തിട്ട് അവരെ മാക്സിമം സുരക്ഷിതമാക്കണം, എന്നാലേ രക്ഷയുള്ളൂ. നാട്ടുകാരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ പിന്നെ അവരെ പശ പോലെ ആക്കി കളയും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ എസ് ഐ പോയി ജയിലിൽ ഇവരെ തുറന്നു വിട്ടിട്ട് ഇവരോട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതേ നിങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്, രക്ഷപ്പെടാനെങ്ങാനും ശ്രമിച്ചാൽ നാട്ടുകാരുടെ കയ്യിൽ പെടും, പിന്നെ നിങ്ങൾ പശ പരുവത്തിലേ ഞങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് എല്ലാവരെയും പുറത്തോട്ട് ഇറക്കുക കേട്ടോ. അപ്പോൾ ഇവരെ പുറത്തേക്ക് കാണുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ കൂടെ ഓടി കൂടുവാണ് ഇവരുടെ ചുറ്റിനും. നമ്മുടെ ചക്കക്കൂട്ടത്തിൽ ഈച്ച കൂടുന്ന പോലെ എല്ലാവരും കൂടി വടിയും കല്ലൊക്കെ എടുത്തിട്ട് ഇവരുടെ നേരെ പായുവാണ്. പോലീസുകാരെങ്ങനെയൊക്കെയോ തടഞ്ഞു നിർത്തി ഇവരെ ലാസ്റ്റ് ഒരടിയും ഇടിയും ഒന്നും കിട്ടാതെ ഇവർ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ രാജീവനും ശിവശങ്കരനും അവിടെയുണ്ട്. അപ്പോൾ ഇവരുടെ വണ്ടി പോയി കഴിഞ്ഞ് നമ്മുടെ ശിവശങ്കരനും രാജീവനും കൂടി ഇങ്ങനെ കാറിലിരിക്കുവാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഏട്ടൻ വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, എങ്ങോട്ട് പോകാനാടാ, നമ്മൾ ആരുടെ അടുക്കൽ പോകാനാണ്, പിള്ളേർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും അതറിയാം, പക്ഷേ അവർക്ക് നമ്മളൊരു ധൈര്യമായിട്ട് വേണമെന്നും അറിയാം, പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഒരു പിടിയും കിട്ടുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുവാണേ. പിന്നീട് നമ്മുടെ കമലയിടത്തി ഉണ്ടല്ലോ, നമ്മുടെ വൈജയന്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിനക്ക് ബാങ്കിലൊക്കെ അല്ലേ ജോലി, കുറേ പേര് അറിയാൻ പറ്റുമല്ലോ, ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് മക്കളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആരെ വിളിച്ചിട്ട് എന്ത് പറയാനാ, പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത് എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ കമലയിടത്തി വേഗം തന്നെ എല്ലാം രോഹിത്തിൻ്റെ തലയിലോട്ടിടുന്നുണ്ട്, നിന്റെ മകൻ കാരണമാണ് എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അപ്പോൾ കമലയിടത്തി ന്യൂസ് പേപ്പർ ഒന്നും വായിച്ചില്ലേ, ഹരിയുടെ കാമുകീനെ അവരെ ഫ്രണ്ട്സിനൊക്കെ കൂടി പങ്കിടാൻ വേണ്ടി കൊടുത്തതാവൻ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ കമലയിടത്തി, നിന്റെ മോന്റെ കൂടെ അല്ലേ കൂട്ട്, പിന്നെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു തർക്കമൊക്കെ ആവുന്നുണ്ട്. ഇനി ഇവരെ രക്ഷിക്കാൻ ആര് വരും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ. ബാലചന്ദ്രനാണെങ്കിൽ ഇക്കാര്യത്തിലേ ഇടപെടത്തില്ല എന്ന് നമുക്കറിയാം. ലാസ്റ്റ് ഇവർ നമ്മുടെ രോഹിത്തും ഹരിയും ഏറ്റവും ഒടുവിൽ രക്ഷയ്ക്കായിട്ട് നമ്മുടെ അലീനയുടെ മുന്നിൽ തന്നെ വരേണ്ടി വരുന്ന ഒരു രംഗങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്ലേ കൂട്ടുകാരെ? അലീനയ്ക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ് തൊഴുകൈ കൂപ്പി മാപ്പ് പറഞ്ഞ് നിൽക്കുന്ന രംഗങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പിൽ വരാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണും. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.